ദൈർഘ്യമേറിയ ആ യാത്രയുടെ ഒടുവിൽ അവർ ബത്ലഹേം പട്ടണത്തിലെത്തി. ജോസഫ്, എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു. നമുക്ക് അല്പം വിശ്രമിച്ചാലോ? അല്പം കൂടിയേ ഉള്ളൂ. നോക്കൂ, നമ്മൾ ബത്ലഹേമിലെത്തി. ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം മതി. നിനക്ക് സ്വസ്ഥമായ ഒരു സത്രത്തിൽ വിശ്രമിക്കാം. ശരി, എന്ന് പോകാം. പക്ഷേ അവർ പട്ടണത്തിലെത്തിയപ്പോൾ എല്ലായിടവും ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇത്രയധികം ജനങ്ങളോ? അതെ, ഇവരെല്ലാം പേരെഴുതിക്കാൻ വന്നവരായിരിക്കും. പ്രിയനെ, എനിക്ക് തീരെ വയ്യ. നമുക്ക് ഈ സത്രത്തിൽ എവിടെയെങ്കിലും ഒരു മുറി കിട്ടുമോ നോക്കൂ. എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണം. അത് അവിടെ സ്ഥലമുണ്ടെന്ന് തോന്നുന്നു. നീ ഇവിടെ നിൽക്കൂ, ഞാൻ പോയെന്ന് നോക്കട്ടെ. ശരി, ഞാനിവിടെ നിൽക്കാം. ഇവിടെ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരാണ്? ഞാൻ നസ്രത്തിൽ നിന്നുള്ള ജോസഫാണ്. എനിക്കും ഭാര്യയ്ക്കും തങ്ങാൻ ഇവിടെ ഇടമുണ്ടാകുമോ? ക്ഷമിക്കണം സുഹൃത്തെ, എല്ലാ മുറിയിലും ആളുകളുണ്ടല്ലോ. ഈ പട്ടണത്തിലാണെങ്കിൽ എവിടെയും നിങ്ങൾക്ക് മുറി കിട്ടാൻ സാധ്യതയുമില്ല. പേരെഴുത്ത് കാരണം എല്ലായിടത്തും നല്ല തിരക്കാണ്. എന്നാലും ഞങ്ങളെ ഒന്ന് സഹായിക്കൂ. എൻ്റെ ഭാര്യ ഗർഭിണിയാണ്. അവൾ വളരെ ക്ഷീണിതയായിരിക്കുന്നു. ഞങ്ങൾക്ക് കിടക്കാൻ ഒരു സ്ഥലം വേണം. നിങ്ങൾക്ക് ഒരു കാലിത്തൊഴുത്തിൽ തങ്ങാനാവുമോ? കാലിത്തൊഴുത്തോ? അത് സാരമില്ല. അതെങ്കിലും കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. എന്നാ ശരി, നിങ്ങൾ എൻ്റെ കൂടെ വരൂ. അത് പട്ടണത്തിന് വെളിയിലാണ്. ഞാൻ നിങ്ങൾക്ക് വഴികാട്ടിത്തരാം. നമ്മൾ എത്തിക്കഴിഞ്ഞു. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ സ്ഥലം. വളരെ നന്ദി. എന്നോട് ക്ഷമിക്കുക, ഇതിലും ഭേദപ്പെട്ട സ്ഥലം എനിക്ക് തരാനായില്ല. ഈ കാലിത്തൊഴുത്ത് മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. വളരെ നന്ദി സഹോദര. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങൾ ചെയ്ത ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അവർ അവിടെ എത്തിയപ്പോഴേക്കും മറിയം കുഞ്ഞിന് ജന്മം കൊടുക്കാറായിരുന്നു. ജോസഫ്, പേടിക്കണ്ട പ്രിയേ, ഞാൻ അടുത്തുണ്ട്. കർത്താവേ, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ പദ്ധതികൾ ആർക്കാണ് മനസ്സിലാകുന്നത്? നിന്റെ ഹിതം പോലെ നടക്കട്ടെ. എന്നാൽ ആ കാലിത്തൊഴുത്തിനടുത്ത് തന്നെ തങ്ങളുടെ ആട്ടിൻകൂട്ടവുമായി കുറെ ആട്ടിടയന്മാർ തങ്ങുന്നുണ്ടായിരുന്നു. എന്താണത്? എന്ത്? എവിടെ? യാക്കോബേ, എണീക്ക്, വേഗം എണീക്ക്. എന്താണ് കാര്യം? അവിടെ നോക്കൂ. ഓ, എന്തോ ഒരു അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഭയപ്പെടേണ്ട, നിങ്ങൾക്കായി സന്തോഷിക്കാനൊരു വാർത്ത ഞാൻ അറിയിക്കുന്നു. ലോകം മുഴുവൻ പങ്കുവയ്ക്കേണ്ട ഒരു വാർത്ത. നിങ്ങൾക്കായൊരു രക്ഷകൻ പിറന്നിരിക്കുന്നു. അവിടെ ഉൾത്തൊട്ടിലിൽ കച്ചയിൽ പൊതിഞ്ഞൊരു കുഞ്ഞിനെ നിങ്ങൾ കാണും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്കു ശാന്തി. മാലാഖമാർ അപ്രത്യക്ഷരായപ്പോൾ ആട്ടിടയന്മാർ രക്ഷകനെ അന്വേഷിച്ചു പോയി. അവിടെ നോക്കൂ, അവൻ അവിടെ കാണും. അതൊരു കാലിത്തൊഴുത്താണല്ലോ. വരൂ, നമുക്ക് അങ്ങോട്ട് പോകാം. മാലാഖമാർ ഉദ്ഘോഷിച്ചതുപോലെ അന്ന് രാത്രി യേശു പിറന്നു. കച്ചിക്കൂട്ടത്തിനുള്ളിൽ ഒരു കാലിത്തൊഴുത്തിലാണ് അവൻ പിറന്നത്. ഒരു മകനെ തന്നതിന് ദൈവമേ അങ്ങേക്കു നന്ദി. ഇവനാണ് രക്ഷകൻ. രക്ഷകനെ, പാവങ്ങളുടെ രാജാവേ, നിനക്ക് ഞങ്ങളുടെ വന്ദനം.